നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വിവാഹശേഷം ഒരു വർഷമെങ്കിലും കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ട് ആയില്ലെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കണമെന്നുള്ളത്. ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സ് പരാജയപ്പെടുന്നതിനുള്ള ഒരു വലിയ കാരണം പുരുഷവന്ധ്യത യഥാസമയം കണ്ടുപിടിക്കുകയും അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യാതിരിക്കുന്നതാണ്. മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് 1-2 മാസം വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കുന്നത് മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏകദേശം 50 മുതൽ 60% കേസുകളിലും നമ്മൾക്ക് കാരണങ്ങൾ കണ്ടുപിടിക്കാനാകും. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന കാരണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഫോക്കസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ എടുക്കേണ്ടതാണ്. ഇനി ഏകദേശം ഒരു 40% കാര്യങ്ങളിൽ അൺഎക്സ്പ്ലെയിൻഡ് മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി അഥവാ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള ആളുകളിലും പ്രഗ്നൻസി റേറ്റ് മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോളോ അപ്പ് കൃത്യമായിട്ട് ചെയ്യണം. നമ്മൾ ഒരു 2 മാസം മരുന്ന് കഴിച്ചു അല്ലെങ്കിൽ 3 മാസം മരുന്ന് കഴിച്ച ശേഷം സെമൻ അനാലിസിസിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുമ്പോൾ പിന്നെ തന്നെ പ്രഗ്നൻ്റ് ആകും എന്നുള്ള രീതിയിൽ ഉള്ളൊരു അപ്രോച്ച് ഒട്ടും ഐഡിയൽ അല്ല. നമ്മൾക്ക് അനാലിസിസിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തുണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ട് ഏറ്റവും പെട്ടെന്ന് പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള മെത്തേഡ്സ് അവലംബിക്കുകയാണ് നമ്മൾ വേണ്ടത്. ലാസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സിവിയർ ആയിട്ടുള്ള മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി ആണ് ഉള്ളതെങ്കിൽ പലപ്പോഴും ഡോക്ടേഴ്സ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് IVF അല്ലെങ്കിൽ ICSI നിർദ്ദേശിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്ത്രീയുടെ പ്രായം ചിലപ്പോൾ 30 വയസ്സിന് താഴെയാണെങ്കിൽ എന്തിനാണ് 30 വയസ്സിന് താഴെ നമ്മൾ IVF ചെയ്യുന്നത് എന്നൊരു ചിന്താഗതി പലർക്കും ഉണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് ഒരു കപ്പിളിന് സ്ത്രീയുടെ പ്രായം 40 വയസ്സും 1 മില്യൺ കൗണ്ടുമുള്ള കപ്പിൾസിൽ ലഭിക്കുന്നതിൻ്റെ 2.5 ഇരട്ടി സക്സസ് റേറ്റ് ആണ് നമുക്ക് 30 വയസ്സിന് താഴെയാണ് ഭാര്യയുടെ പ്രായമെങ്കിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ICSI അല്ലെങ്കിൽ IVF ആണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ സ്ത്രീയുടെ പ്രായം അഡ്വാൻസ്ഡ് ആകുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം.